എന്റെ പേര് പ്രസീതകുമാരി. എനിക്ക് 43 വയസ്സുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വർക്കിംഗ് ആണ്. 19 വർഷത്തോളായി ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഫാമിലി ഇപ്പൊ ഞാൻ താമസം സ്കൂളിനടുത്ത് കാസർഗോഡ് ജില്ലയിലാണ്. മഞ്ചേശ്വരം സ്കൂളിനടുത്താണ് ഇപ്പൊ താമസിക്കുന്നത്. നാട് കണ്ണൂർ ജില്ലയിലാണ്, കരുവള്ളൂർ എന്നുള്ള സ്ഥലത്ത്. ഫാമിലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മോളുണ്ട്. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഞാൻ ബി.എഡ് ആണ്. മാത്സ് ബി.എഡ് ആയിരുന്നു. ടി.ടി.സി ഉണ്ട്. അപ്പോൾ എനിക്ക് സോഷ്യൽ വർക്കിനോട് നല്ല താല്പര്യമുണ്ട്. കുറച്ചൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് സോഷ്യൽ വർക്ക്. എനിക്ക് കൂടുതൽ അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി MSW എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല പുറത്തോട്ടും ഇത് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലോടെയാണ് ഞാൻ MSW ചൂസ് ചെയ്യാൻ കാരണം. നമ്മളെ കേരളത്തിൽ 2018 ഒരു ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ വയനാട് ജില്ലയില് അവരുടെ വീടുകൾ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും ഈ ഒരു ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ടീം പോയപ്പോൾ അവരൊന്നിച്ച് പോയി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. അതിന് ശേഷം നമ്മളെ ഇവിടെ അടുത്തൊരു സ്നേഹ വീട് എന്നുള്ള ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംരംഭമുണ്ട്. അവിടെ പോയിട്ട് ആ കുട്ടികളൊന്നിച്ച് സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള വൃദ്ധസദനത്തിലും പിന്നെ ഒരു സ്നേഹാലയം ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. അവര് കുറച്ച് ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ എൻഡോസൾഫാൻ ബാധിതരുടെ അവരുടെ സമരങ്ങളിലൊക്കെ അവരൊന്നിച്ച് തന്നെ പങ്കെടുക്കാറുണ്ട്. അതിന് സമരങ്ങളിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ സ്നേഹവീട് സന്ദർശിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, എല്ലാ സമയത്തും ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ടീച്ചിങ് കുറച്ചു നാളും കൂടെ കഴിഞ്ഞ് മതിയാക്കി പിന്നെ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ട്. അപ്പൊ അതിന് മുതൽക്കുവെന്ന് തോന്നി MSW പഠിച്ചു കഴിഞ്ഞാല്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു MSW പഠിപ്പിക്കുന്ന ലേൺവേഴ്സ് ആഡ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തത്. ആദ്യം MSc സൈക്കോളജി ആയിരുന്നു ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ MSW ചൂസ് ചെയ്യാൻ ഒന്നാമത്തെ കാരണം എനിക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ കൂടുതൽ ജോലി സാധ്യത MSW ആണെന്ന് തോന്നി. മാത്രമല്ല എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇതിലേക്ക് എന്താ പറയാ കടന്നു വന്നപ്പോ നല്ല മെന്റർ ആയിരുന്നു. എല്ലാ ആഴ്ചയിലും എന്നെ വിളിച്ച് ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കും. എങ്ങനെ ക്ലാസ് കണ്ടിരുന്നോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒക്കെ കൃത്യമായിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് കാണാനും അത് കൂടുതൽ ഇരുന്ന് പഠിക്കണമെന്ന് തോന്നാനും ഇതൊരു കാരണമാണ്. മീൻസ് നമ്മളെ ഒരാള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകളൊക്കെ വീഡിയോസ് എല്ലാം നല്ല സിമ്പിൾ ആണ്. ഇംഗ്ലീഷിലുള്ള സ്ലൈഡ് കാണിക്കുന്നുണ്ട്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അത് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ തന്നെ അവർ ക്ലാസ് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് എക്സാം പാസ്സാവണം നല്ല രീതിയിൽ തന്നെ. അതിന്റെ കൂട്ടത്തില് പ്രോജക്റ്റ് വർക്ക് ഉണ്ടാവും തോന്നുന്നു, ഫീൽഡ് വർക്ക്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് എന്റേതായ ഒരു ഡ്രീം ഉണ്ട്. അങ്ങനെയുള്ളൊരു ആ ഡ്രീമിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണമെന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ സഹായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതാണ് എന്റെ ഡ്രീം. അതിനുവേണ്ടി ഇത് എനിക്ക് MSW പഠിക്കുന്നത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഇതാണ് പറയാനുള്ളത്.